എക്സ്പ്ലെയിൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ന്റെ 14ാമത്തെ എപ്പിസോഡാണ്. സോ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ പ്ലേസിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയിലേക്ക് നിൽക്കുക. സോ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിന് കാണിക്കുന്നത് ഇഷിതയുടെ അടുത്തെത്തിയ നമ്മുടെ ഇച്ചിഗോ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ തോപ്പിക്കുമോ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോയുടെ പുറകിലേക്ക് ഒരു ഹോളോ വരികയാണ്. അതിനെ നമ്മുടെ ഇഷിത നശിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അത് വാള് വെച്ചിട്ട് ആ അമ്പ് തടഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ തന്നെ ആ ഹോളോനെ അടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഹോളോസിനെ കൊല്ലുന്നവൻ ജയിക്കുമെന്നുള്ള ഈ കളിയുണ്ടല്ലോ, നീ അത് ഇപ്പം തന്നെ അവസാനിപ്പിക്കണം. പകരമായി നീ നേർക്ക് വന്ന് എന്നോട് പോരാടടാ. ഇതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് പോലെ ഹോളോസ് കാർക്കോള സിറ്റിയിലേക്ക് വീഴുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലാക്കുകയാണ് എല്ലാം കൈവിട്ടുപോയി. അതുകൊണ്ട് തന്നെ അതിനെ എല്ലാത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇഷിത പോവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഹോളോസിനെ എല്ലാത്തിനെ നശിപ്പിച്ചിരിക്കും, ഞാനാണ് ദ ലാസ്റ്റ് ക്യൂൻസി എന്ന് നമ്മുടെ ഇഷിത അവിടെ കിടന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല, എന്താണ് ഈ ക്യുൻസി? ഈ കാര്യം നമ്മുടെ റൂക്കിയാണെങ്കിൽ ഇച്ചിഗോയ്ക്ക് എല്ലാം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുമാത്രമല്ല ക്യുൻസിയുടെ വംശനാശത്തിനുള്ള കാരണം സോൾ റിപ്പേഴ്സ് ആണെന്നും നമ്മുടെ റൂക്കിയ ഇച്ചിഗോയോട് പറയുന്നു. എല്ലാ കാര്യവും നമ്മുടെ ഇച്ചിഗോയോട് റൂക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. സോൾ റിപ്പേഴ്സിനെ ബാലൻസേഴ്സ് എന്നും വിളിക്കാറുണ്ട്. കാരണം നമ്മുടെ സോൾ സൊസൈറ്റിയിലെയും അതുപോലെ തന്നെ ഹ്യൂമൻ വേൾഡിലെയും മനുഷ്യരുടെ എണ്ണം ബാലൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോൾ റിപ്പേഴ്സിനെ റെഗുലേറ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട്. എന്നാൽ ക്യുൻസി വന്നതോടുകൂടി എല്ലാം അങ്ങ് തല തിരിഞ്ഞു. നമ്മുടെ ക്യുൻസീസ് ആണെങ്കിൽ ഹോളോസിനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഹ്യൂമൻ വേൾഡിൻ്റെ സോൾ റിപ്പേഴ്സിൻ്റെ വേൾഡിൻ്റെയും ബാലൻസ് തെറ്റാൻ വേണ്ടി തുടങ്ങി. സോൾ സൊസൈറ്റിയിലെ സ്പിരിറ്റിൻ്റെ എണ്ണത്തിൽ ഒരുപാടധികം വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാലൻസ് മുഴുവനായിട്ട് തെറ്റിയതുകൊണ്ട് തന്നെ സോൾ റിപ്പേഴ്സ് ക്യുൻസിയോടെ ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ ക്യുൻസീസ് ഇതൊന്നും കേൾക്കാതെ അവസാനിപ്പിക്കാത്തത് കൊണ്ട് തന്നെ സോൾ റിപ്പേഴ്സും ക്യുൻസീസും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഇച്ചിഗോയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിത സെൻസൈക്ക് വേണ്ടി എല്ലാ ഹോളോസിനും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തുള്ള എല്ലാ ഹോളോസിനും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് കയറി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, എനിക്കിപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇച്ചിഗോ പറഞ്ഞു തിരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, 200 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കാര്യത്തിനെ കൊണ്ടുവേണ്ടി അല്ല ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അതുമാത്രമല്ല സോൾ റിപ്പേഴ്സിന്റെ ഭാഗത്താണ് ശരിയെന്നും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും നമ്മുടെ ഇഷിത പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഇച്ചിഗോ ഒന്ന് ഞെട്ടുന്നു. ആ തോന്നൽ എൻ്റെ സെൻസെ മരിക്കുന്നിടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നും നമ്മുടെ ഇഷിത പറയുന്നു. അവനാണെങ്കില്ല അവൻ്റെ സെൻസേക്കും അവൻ കുട്ടിയായിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ, ആ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നു. സോൾ റിപ്പേഴ്സിന്റെ വാക്ക് തെറ്റിച്ചതുകൊണ്ടല്ലേ ക്യുൻസികൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് അവൻ്റെ സെൻസയോട് അവൻ ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ അവൻ്റെ സെൻസെ പറയുകയാണ്, ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് അവൻ്റെ സെൻസെ അവന് പറഞ്ഞു കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് പ്രസന്റാണ്. ഒരുപാടധികം ഹോളോസിനെ കൊന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, എൻ്റെ സെൻസെ എന്ന് പറയുന്നത് വളരെയധികം നിഷ്കളങ്കനും വളരെയധികം സമാധാനമുള്ള ഒരുത്തനായിരുന്നു. സോൾ റിപ്പേഴ്സിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളും കൂടെയായി. എന്നാൽ സോൾ റിപ്പേഴ്സ് എല്ലാം അയാളെ അപമാനിച്ചു. അങ്ങനെ ഒരു ദിവസം 5 ഹോളോസും കൂടെ ചേർന്നിട്ട് അവൻ്റെ സെൻസെനെ ആക്രമിക്കുന്ന സമയത്ത് അവൻ്റെ മുത്തശ്ശൻ അവിടെ വെച്ച് മരിക്കുകയാണ്. എന്നാൽ അവസാനം വരെ അവൻ്റെ മുത്തശ്ശനെ സോൾ റിപ്പേഴ്സ് രക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായി. എന്നാൽ അവർ വന്നത് സെൻസെ മരിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷമാണ്. അവർ എൻ്റെ മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ, സെൻസയുടെ പവർ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാര്യം എൻ്റെ മുത്തച്ഛന് സംഭവിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ക്യുൻസിയുടെ പവർ ഞാൻ എന്താണെന്ന് സോൾ റിപ്പേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ദേഷ്യം വന്ന് നമ്മുടെ ഇച്ചിഗോ ഓടി വന്നിട്ട് നമ്മുടെ ഇഷിതയുടെ മണ്ടയ്ക്ക് ഒരു ചവിട്ട് കൊടുത്തിട്ട്, നിന്റെ സെൻസെ ആഗ്രഹിച്ചത് സോൾ റിപ്പേറിന് തൻ്റെ യഥാർത്ഥ ശക്തി കാണിച്ചു കൊടുക്കണമെന്നല്ല, മറിച്ച് സോൾ റിപ്പേഴ്സിന്റെ കൂടെ ചേർന്ന് ഒപ്പം പോരാടാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി നിനക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി ഒരിക്കലും ലഭിക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ഇഷിതയോടെ എൻ്റെ കൂടെ നിന്ന് പോരാടാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ ആവശ്യപ്പെടുന്നു. എൻ്റെ അമ്മ ഒരു ഹോളോ കാരണമാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി മൊത്തത്തിൽ അത് കാരണം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഇനി വേറൊരാളുടെ ഫാമിലിയിൽ സംഭവിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇനി ഒന്നിച്ചിരുന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇഷിതയോട് പറയുന്നു. അത് കേട്ട് നമ്മുടെ ഇഷിതയാണെങ്കിൽ ഇച്ചിഗോയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഹോളോസുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. പെട്ടെന്നായിരുന്നു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എനർജിയുടെ സ്പെല്ല് കിട്ടുന്നത്. അവർ ആകാശത്തോട് നോക്കുന്ന സമയത്താണ് ഒരു കാര്യം കാണുന്നത്. ഒരു പോർട്ടലിനുള്ളിൽ നിന്ന് 2 വലിയ കൈ കാണുന്നത്. അത് കണ്ട് അവരൊന്ന് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഉരഹരയും ടീമും അങ്ങോട്ട് വന്നിട്ട് അവിടെയുള്ള ചെറിയ ഹോളോസിനെ എല്ലാത്തിനെ അങ്ങ് നശിപ്പിക്കുകയാണ്. ഈ ഹോളോസിൻ്റെ എല്ലാത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ഹോളോൻ്റെ ആ കാര്യം നോക്കാൻ വേണ്ടി നമ്മുടെ ഉറഹാൻ അവരോട് പറയുന്നു. അങ്ങനെ ആ വലിയ ഹോളോ പോർട്ടൽ തകർത്തിട്ട് വെളിയിലേക്ക് വരികയാണ്. ഇത് കണ്ട നമ്മുടെ റോക്കിയോട് ചോദിക്കുകയാണ് അത് എന്തുവാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇതാണ് വെനോസിഗ്നാൻ്റെ. ഇതെന്ന് പറയുന്നത് ഒരു ഹോളോ ഒന്നുമല്ല, 100 ഹോളോസ്
ഹോളോസും ഒന്നിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു ഹോളോ ആണ്. ഈ ഹോളോനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു സിയോൾ റിപ്പറിനൊന്നും സാധിക്കത്തില്ല. അത് മാത്രമല്ല, ഈ ഹോളോനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ നശിപ്പിക്കുമെന്ന് നമ്മുടെ ഇച്ചിത ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ഡയറക്റ്റായിട്ട് പോയി അതിനെ ആക്രമിക്കുന്നു. അതിനെ തടയാൻ പോയ നമ്മുടെ റൂക്കിയനെ നമ്മുടെ ഉറഹര വന്ന് തടയുകയാണ്. ഈ ഫൈറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉറഹരയാണെങ്കിൽ റൂക്കിയുടെ നേരെ എന്തൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് റൂക്കിയനെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കും. ഇച്ചിഗോ ഓടിച്ചെന്നിട്ട് ഇച്ചിഗോയുടെ വാൾ യൂസ് ചെയ്തിട്ട് അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഹോളോനെ ചെറുതായിട്ട് പോലും ഒന്നും പറ്റുന്നില്ല. ഇഷിതയും കുറെ ടെക്നിക്സ് ഒക്കെ ആ ഹോളോനെ നേരെ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും നടക്കുന്നില്ല. ഇഷിത ഇച്ചിഗോനോട് ചോദിക്കുന്നു, ശരിക്കും നിന്റെ പ്ലാൻ എന്തുവായിരുന്നു എന്ന്. നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഡയറക്റ്റായിട്ട് ചെന്നിട്ട് അതിനെ അങ്ങ് വെട്ടിമുറിച്ച് ഇല്ലാതാക്കുക, അതായിരുന്നു എൻ്റെ പ്ലാൻ. കേട്ടിട്ട് നമ്മുടെ ഇഷിത അങ്ങ് ഇല്ലാതായി പോവുകയാണ്. വേറെ എന്തെങ്കിലും ഐഡിയ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത വന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ വാളിൽ തൊട്ടിട്ട് എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷിതയുടെ അമ്പിന്റെ വലുപ്പം അങ്ങ് വലുതാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇഷിത നമ്മുടെ ഇച്ചിഗോനോട് പുതിയൊരു ഐഡിയനെ കുറിച്ച് പറയുന്നു. അങ്ങനെ കാർക്കുറ സിറ്റിയിലെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ സാദോയും ഒറുഹിമയും ഈ സിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മുടെ ഇഷിതയാണെങ്കിൽ അവന്റെ തലയിൽ ഇച്ചിഗോയുടെ വാള് വെച്ച് കെട്ടിയിട്ട് നിന്റെ ഫുൾ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി ഇച്ചിഗോനോട് പറയും. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇച്ചിതയ്ക്ക് ഒരു വലിയ ആരം ഉണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അതായിരുന്നു അവരുടെ ഐഡിയ അല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യുന്നത്. കേട്ടിട്ട് നമ്മുടെ ഇച്ചിത ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇത്ര നാൾ ഹോളോസിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ അങ്ങനത്തെ ഒരു ഫ്ലോയിലൊക്കെ ചെയ്തേ ഉള്ളൂ എന്ന് നമ്മുടെ ഇച്ചിഗോ പറയും. ഈ സമയത്ത് തന്നെ ആ വലിയ ഹോളോ അങ്ങോട്ട് വന്നിട്ട് സീറോ എന്ന് പറഞ്ഞ് എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ റൂക്കി അവിടെ നിന്ന് നിങ്ങളോട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇച്ചിഗോ അവൻ്റെ വാള യൂസ് ചെയ്തിട്ട് അതിനെ ആക്രമിക്കാൻ വേണ്ടി അതിന് നേരെ അങ്ങ് പോകുന്നു. എന്നാൽ ആ ഹോളോ വീണ്ടും സീറോ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഇച്ചിഗോ അത് തടുത്തിട്ട് നമ്മുടെ ആ ഹോളോൻ്റെ നേരെ പോകുന്നു. ഇത്രയും വലിയ മാസീവായിട്ടുള്ള സ്പിരിച്വൽ എനർജി കണ്ടിട്ട് നമ്മുടെ ഇച്ചിത ഞെട്ടിപ്പോവുകയാണ്. അതുമാത്രമല്ല, ഇച്ചിഗോൻ്റെ പവർ കണ്ടിട്ട് ഇച്ചിഗോൻ്റെ സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത് ഒരു നിർത്താൻ പറ്റാത്ത പൈപ്പ് പോലെയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ആ ഹോളോനെ നമ്മുടെ ഇച്ചിഗോ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ ആ ഹോളോ ആണെങ്കിൽ ഇച്ചിഗോൻ്റെ അറ്റാക്ക് കണ്ടുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് അങ്ങ് മാഞ്ഞു പോവുകയാണ്. അങ്ങനെ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിഗോ സന്തോഷിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഈ കാര്യം കണ്ടിട്ട് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ ഉറഹര ഇത്ര നാൾ ഇച്ചിഗോനെ നിരീക്ഷിച്ചത് വെറുതെ ആയില്ലെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാടധികം പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ തല കറങ്ങി അങ്ങ് വീഴുകയാണ്. അവസാനിച്ചു എന്ന് പറഞ്ഞ് സമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഇച്ചിഗോൻ്റെ വാളിൽ നിന്ന് ഒരുപാടധികം സ്പിരിച്വൽ എനർജി റിലീസാക്കുന്നു. അത് നമ്മുടെ ഇച്ചിഗോൻ്റെ ബോഡിയിൽ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നമ്മുടെ ഇഷിത ഓടിച്ചെന്നിട്ട് അത് കുറേ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാടധികം അമ്പുകൾ അതിന് നേരെ വിടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അതിന് പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഒരുപാടധികം പരിശ്രമിച്ച് നമ്മുടെ ഇച്ചിഗോനെ നമ്മുടെ ഇഷിത രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിത അവൻ്റെ സെൻസയോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അന്നേരം എൻ്റെ സെൻസേനെ രക്ഷിക്കായിരുന്നു, എന്നാൽ അതൊന്നും ശ്രമിക്കാതെ ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഓരോ കുറ്റം ഞാൻ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സെൻസയോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഈ ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് അനിമി സീരീസിൻ്റെ സീസൺ 1 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഈ ബ്ലീച്ചിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ലേറ്റായി. സോ ഇനി അടുത്ത ദിവസം മുതൽ ഞാൻ നേരത്തെ തന്നെ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്ക്. സോ അടുത്ത ദിവസം അടുത്തൊരു ബ്ലീച്ച് എപ്പിസോഡായിട്ട് വരുന്നവരിക്കും. ബൈ.